പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മളെ നെഹമ്യ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ യഹൂദന്മാർക്ക് ഉണ്ടായ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം ആണല്ലോ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3 വരെയുള്ള അധ്യായങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് പ്രവാസത്തിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് യഹൂദിയയിൽ നിന്നും അല്ലെങ്കിൽ യെരൂശലേമിൽ നിന്നും മടങ്ങി വന്ന ഒരു ഗണത്തോട് അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുന്നത്, സഹോദരന്മാർ വലിയ വേദനയിലും ദുഃഖത്തിലും പ്രയാസത്തിലുമാണെന്ന് അറിയുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ദൈവസന്നദ്ധിയിൽ കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം 4 മാസങ്ങൾക്ക് ശേഷം ഈ തുടർച്ചയായി അദ്ദേഹം ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടത്തി ദൈവത്തോട് ഈ യെരൂശലേമിലേക്ക് പോകുവാനുള്ള അനുവാദം എല്ലാം ദൈവത്തോട് ചോദിച്ച് 4 മാസങ്ങൾക്ക് ശേഷം അർത്ഥക്ഷഷ്ടാവ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന ഇദ്ദേഹം രാജാവിനോട് അനുവാദം ചോദിക്കുകയാണ് യെരൂശലേമിലേക്ക് പോകുവാനും തന്റെ ജനത്തിന്റെ, പ്രത്യേകിച്ച് അദ്ദേഹം എങ്ങനെയാ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന ദേശം ശൂന്യമായി കിടക്കുകയാണ്, അതെല്ലാം പണിത് ഉയർത്തുവാൻ തക്കവണ്ണം മടങ്ങി എന്നെ പോകുവാനായിട്ട് അനുവദിക്കണമെന്ന് രാജാവിനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് 2-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായം ഈ മതിൽ പണി ആരംഭിക്കുകയും അതിന് ഓരോ മേഖലകളിലും ഓരോരുത്തരെ നിയോഗിക്കുകയും അത് പണിതുകൊണ്ട് അതിനകത്ത് ഏതാണ്ടൊരു 10 വാതിലുകൾ അതിനകത്ത് ഉണ്ട്. ആ വാതിലുകളുടെ പേരുകളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ ആഴ്ച 4-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആർക്കെങ്കിലും 4-ാം അധ്യായം 1-ഉം 2-ഉം 3-ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? എന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ. ഈ ആദ്യത്തെ 3 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതുവരെ വലിയൊരു പ്രതിസന്ധി ഒന്നും ആർക്ക് നേരിടേണ്ടി വന്നില്ല. നെഹമ്യാവിന് നേരിടേണ്ടി വന്നില്ല. മതിൽ പണിയുടെ ഭാഗമായിട്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ 1-2 തവണയൊക്കെ ഉണ്ടായെങ്കിലും അത് വലിയ തീക്ഷ്ണമായ രീതിയിൽ കടന്നു വരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ മതിൽ പണി ആരംഭിച്ച് ഏതാണ്ട് പകുതി പണിയായപ്പോൾ അവിടെയുള്ള ദേശാധിപതികൾ 2 പേരാണ്, സൻബല്ലത്തും അതുപോലെ തന്നെ തോബിയ എന്ന് പറയുന്ന അമ്മോന്യനായ തോബിയാവ് എന്ന് പറയുന്ന വ്യക്തിയും ചേർന്ന് ഇത്
യഹൂദന്മാരെ നിന്ദിച്ചു എന്നാണ് ആദ്യത്തെ വാക്യം. അതായത് ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിനുശേഷം എത്രമേൽ നിന്ദാവചനങ്ങളാണ് താഴത്തേക്ക് വായിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവര് ദുർബലന്മാരാണെന്നും അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് ഇവര് മതിൽ പണിത് തീർക്കുമെന്നും അതുപോലെ തന്നെ ഈ ചണ്ടിക്കൂമ്പാരമായി കിടക്കുന്ന കല്ലുകൾ, അതായത് ഇതിനു മുമ്പ് അഗ്നി കൊണ്ടാണ് നശിപ്പിച്ചത്, തീ വെച്ച് നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോ ഈ തീയിലൊക്കെ വെന്ത് കിടക്കുന്ന കല്ലുകൊണ്ട് വീണ്ടും അവര് പണിതുയർത്തുമോ എന്നൊക്കെ ചോദിക്കുകയും അതിനുശേഷം അമോന്യനായ തോബിയാവ് വന്ന് അവരോട് പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ഇവരൊരു മതില് പണിതിട്ടുണ്ടെങ്കിലും ഒരു കുറുനരി കയറി വന്നാൽ അല്ലെങ്കിൽ ഒരു കുറുക്കൻ കയറി വന്നാൽ ഇത് പൊളിഞ്ഞ് താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് ഇവരെ നിന്ദിക്കുകയാണ്. അതായത് വാക്കുകൾ കൊണ്ട് മനസ്സ് കെടുത്തി കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനസ്സ് കെടുത്തി കൊടുക്കുന്ന ഒരവസരത്തിലും ഈ നിന്ദനം കേട്ടപ്പോഴും ഈ ജനം എന്താ ചെയ്യുന്നത്? നെഹമ്യാവ് നേതൃത്വം കൊടുക്കുന്ന ഈ ജനം തിരിച്ചു നിന്ദിച്ചോ? തിരിച്ചു നിന്ദിക്കുന്നില്ല. അവരാ നിന്ദനം കേട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് അതിന്റെ താഴത്തേക്ക് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ വേദപുസ്തകത്തിൽ എവിടെയെല്ലാം ദൈവജനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിന്ദിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ നിന്ദിതനായ വ്യക്തിയുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത് കൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് 2 ദിനവൃത്താന്തം 32 അധ്യായം എടുക്കാമോ? ഒരു 10 പേജ് പുറകിലേക്ക് മറച്ചാൽ മതി. അപ്പാന് വലിയ ബുദ്ധിമുട്ടില്ല. 10 പേജ് പുറകിലേക്ക് മറച്ചാൽ 2 ദിനവൃത്താന്തം 32 അധ്യായം 17 വാക്യം ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തം 32:17. ആരെങ്കിലും വായിച്ചു? അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നതുപോലെ യെഹെസ്കേയാവിന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കുകയില്ല എന്നിങ്ങനെ അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിന് ഇതിന്റെ സാഹചര്യം എന്താന്ന് പറയാം. ഇസ്രായേലിൽ യെഹെസ്കേയ രാജാവ്, അദ്ദേഹം രാജാവായിരിക്കുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അസൂർ രാജാവായ സൻഹെരീബ്, അദ്ദേഹം ലക്ഷക്കണക്കിന് പടയാളികളുമായിട്ട് കടന്നു വന്ന് ഈ യെഹെസ്കേയ രാജാവിനെതിരെ, യഹൂദന്മാർക്കെതിരെ, യഹൂദന്മാരുടെ ദൈവമായ ഏകദൈവമായ യഹോവയ്ക്കെതിരെ നിന്ദിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് യെഹെസ്കേയാവിന്റെ ദൈവവും എങ്ങനെയാണ്, ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നത് പോലെ യെഹെസ്കേയാവിന്റെ ദൈവം, യഹോവയായ ദൈവം എന്റെ കയ്യിൽ നിന്ന് ഈ ജനത്തെ വിടുവിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നിന്ദിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു നിന്ദനം നടത്തിയപ്പോ അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? ഇത് നിമിത്തം യെഹെസ്കേയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അവര് ചെയ്തത് തിരിച്ചു നിന്ദിക്കാനായിട്ട് പോവുകയല്ല ചെയ്തേ. എന്താ ചെയ്തേ? അവരാശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ രാജാവിന്റെ നിന്ദനം കേൾക്കണമേ. അത് മാത്രമല്ല, ഈ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് വളരെ ചുരുക്കം കുറച്ചാളുകൾ മാത്രം ഉണ്ട്. ഈ ശത്രു സൈന്യത്തിന്റെ മുമ്പാകെ അവരൊന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിന്ദനമൊക്കെ നടന്ന് പിന്നീട് താഴത്തേക്ക് വായിച്ചു നോക്കിയാൽ ഇതിന്റെ താഴെ 21 വാക്യം ഒന്ന് വായിച്ചേ. 21 വാക്യം. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശൂർ രാജാവിന്റെ എപ്പോഴാണ് കണ്ടോ, നിന്ദനം കേട്ട് ആ നിന്ദനത്തിനെതിരെ പ്രതികരിക്കാതെ ദൈവസന്നദ്ധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും അതുപോലെ യെഹെസ്കേയ രാജാവും
അതുപോലെ യഹൂദന്മാരും അവര് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ വിജാതീയനായ രാജാവ് ഇതാ ഇവിടെ കടന്നു വന്ന് അങ്ങയുടെ നാമത്തെയും ഈ ജനത്തെയും എല്ലാം നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുന്നതെന്നാണ് കാണുന്നത്. യഹോവ ഒരു ദൂതനെ അയച്ചു, ദൈവം ഒരു മാലാഖയെ അയച്ചു. എന്നിട്ട് വായിച്ചോ. അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ മുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വായിച്ചോ. അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ യോസ്യാവെയും നിന്ദിച്ചു കൊണ്ടിരുന്ന അശൂർ രാജാവായ സെൻഹെരീബിന് സംഭവിക്കുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ അവിടെ കാണുന്നത്. യഹൂദന്മാരെയും ദൈവത്തെയും നിന്ദിച്ച് സംസാരിച്ച ഈ സെൻഹെരീബ് രാജാവിന് പിന്നീട് സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ പാളയത്തിലേക്ക് ദൈവത്തിന്റെ മാലാഖ ഇറങ്ങി വന്ന് അവിടെയുള്ള പടനായകന്മാരെയും വില്ലാളി വീരന്മാരെയും എല്ലാം കൊന്നുകളഞ്ഞ് അതിനുശേഷം ഇവിടുന്ന് തോറ്റ് മടങ്ങി പോവുകയാണ്. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടുകൂടെ സ്വദേശത്തേക്ക് മടങ്ങി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെയെങ്കിലും നിന്ദിക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, നിന്ദിക്കുന്നവൻ ലജ്ജിതനായി തീരും. അതേ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്നെ ആദരിക്കുന്നവൻ ആദരിക്കപ്പെടും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായി തീരും. അതുകൊണ്ട് ഇതാ നിന്ദിച്ചവൻ നിന്ദിതനായിട്ട് മടങ്ങി പോവുകയാണ്. അവസാനം മടങ്ങി അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയപ്പോ എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന്റെ ഉദരത്തിൽ നിന്നൊക്കെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഈ സൻഹരീബ് രാജാവിനെ വെട്ടിക്കൊല്ലുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഇതിനെ പറ്റിയുള്ള ഒരു വിവരണമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 36 എടുക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 36 37 ഒന്ന് വായിക്കാമോ? 37 36 37 അധ്യായം 36 വാക്യം. യഹോവയുടെ എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ രണ്ടുപേരാണ് പ്രാർത്ഥിച്ചത്, യെഹെസ്കേൽ രാജാവും യെശയ്യാ പ്രവാചകനും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതുകൊണ്ട് തന്നെ അതിന്റെ വിവരണം എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേരെ കൊന്നു കളഞ്ഞത്? ദൂതൻ ഇറങ്ങിയിട്ട് ഒരു 185,000 പേരെ കൊന്നു. അതായത് 1,85,000 പേരെ ഈ മാലാഖ ഇറങ്ങി ഒറ്റ രാത്രി കൊണ്ട് കൊന്നുകളയുകയാണ്. അപ്പൊ ഇതിൽ പിന്നെ ഭീതി പൂണ്ട് ഇവര് മടങ്ങി നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെയും നിന്ദിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിന്ദിച്ചു കഴിഞ്ഞാൽ ആരാണോ നിന്ദിക്കപ്പെടുന്നത് അവരുടെ കൂടെയാണ് ദൈവം. അതിപ്പോ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല, ആര് നിന്ദിക്കപ്പെടുന്നോ അവരുടെ കൂടെ ദൈവം ഉണ്ടാകും. ആരാണോ നിന്ദിക്കുന്നത് അവർക്ക് വിരോധമായിരിക്കും ദൈവത്തിന്റെ കരം. പിന്നീട് ഓർത്താൽ മതി, ഇനി ആരെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പല വേളകളിൽ പലരും നിന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാലഘട്ടം വരെയുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പക്ഷേ നിന്ദിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനൊന്നും നിരാശപ്പെടരുത്. ഒരു നിന്ന വരുമ്പോ അതിൻ്റെ അകത്തൊരു കൃപ കൂടെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മള് ശമൂവേലിന്റെ അമ്മ ഹന്ന ഇതുപോലെ നിന്ദനം ഏറ്റ് ജീവിച്ച ഒരു സ്ത്രീയാണ്. കാരണം ഏൽക്കാന എന്ന് പറയുന്ന ഹന്നയുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കൂടെ ഉണ്ട്, പെനീന. ഈ പെനീനയ്ക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഹന്നായിക്ക് എന്തില്ല? മക്കളില്ല. അതുകൊണ്ട് ആണ്ടുതോറും ഒരു ദേവാലയത്തിൽ പോകുമ്പോ ഈ പെനീന ഹന്നയെ നിരന്തരം ദുഷിച്ച് സംസാരിക്കുമായിരുന്നു, നിന്ദിച്ച് സംസാരിക്കുമായിരുന്നു. അതിൽ വേദന പൂണ്ട് അവൾ തിരിച്ച് നിന്ദിക്കാനൊന്നും പോയില്ല. ഒരിക്കൽ ദേവാലയത്തിൽ ചെന്ന് അവിടെ കണ്ണുനീരോടുകൂടെ അവളുടെ ഹൃദയത്തിലെ വ്യതയെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും പിറ്റേ വർഷം അവൾക്ക് ആരെ കിട്ടി? ശമൂവേൽ എന്ന ബാലനെ കിട്ടി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിന്റെ ചരിത്രം അല്ലെങ്കിൽ അബ്രഹാമ്യ സന്തതികളുടെ ചരിത്രം ആരിലൂടെ പിന്നെ മുന്നോട്ട് പോകുന്നത്? പിന്നെ മുന്നോട്ട് പോകുന്നത് പെനീനായുടെ മക്കളിലൂടെയല്ല, ആണോ? അല്ല. നിന്ദനമേറ്റ ഹന്ന എന്ന ആ പാവപ്പെട്ട സ്ത്രീയുടെ മകൻ ശമൂവേലിലൂടെയാണ് പിന്നീട് അബ്രഹാമ്യ പാരമ്പര്യം കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിന്ദനമേൽക്കുമ്പോൾ ആരും തളരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളെ നിന്ദിക്കുമ്പോൾ ഒരു കൃപ ദൈവം അതിന്റെ കൂടെ നമുക്ക് തരും. പിന്നെ നിന്ദിക്കുന്നവരെല്ലാം ഉറപ്പായിട്ടും അതിന്റെ ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ലെന്നും വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഉള്ള ഒരു മെസ്സേജാണ്, ആരെയും നിന്ദിക്കരുത്. അതിന്റെ കൂടെ തന്നെ ആരെങ്കിലും നിന്ദിച്ചാൽ ഇവര് ചെയ്തതുപോലെ പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവരെ തിരിച്ച് നിന്ദിക്കാനോ അവരെ ഉപദ്രവിക്കാനോ ഒന്നും പോകണ്ട. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മുടെ മേലും അവരുടെ മേലും ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണമേ. അതിനുശേഷം 7-ാമത്തെ വാക്യം മുതൽ അങ്ങനെ പണി അവര് ആരംഭിക്കുകയാണ്. യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നുവെന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോര്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. ഈ നിന്ദനമൊക്കെ കേട്ടപ്പോൾ പണി നിർത്തിയോ? പണി നിർത്തിയില്ല. അവര് ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും അത് പണിതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ 6-ാമത്തെ വാക്യം നോക്കി അറിയാം. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. അതിങ്ങനെ പാതിയായി എന്ന് കേട്ടപ്പോ പിന്നെയും ഇവർക്ക് പ്രശ്നമായി. സൻബല്ലത്തും തോബിയാവും അതിന്റെ കൂടെ തന്നെ അയൽ ദേശത്തുള്ള ശത്രു രാജാക്കന്മാരും എല്ലാം ഇവരെല്ലാം മഹാകോപം ജനിച്ച് ഇവർക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പൊ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുക. ഈ മതിലുപണി പകുതിയാക്കി ഇനിയിപ്പോ മിക്കവാറും ശത്രു രാജാക്കന്മാർ വന്ന് ഒളിച്ചു കളയാനുള്ള ഒരു സാഹചര്യം കടന്നു വരികയാണ്. കാരണം ഇവര് വളരെ നിസ്സാര ആളുകളെ എവിടെയുള്ളത്. അതായത് 7-ാം അധ്യായത്തിൽ അവിടെ എത്ര ആളുകൾ ഉണ്ടെന്നുള്ളതിന്റെ ഒരു സംഖ്യ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 7-ന്റെ 66-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ 42,360 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ദാസിദാസന്മാരായ 7,337 പേരും ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുക. ഏതാണ്ട് 50,000 താഴെ ആളുകൾ മാത്രമേ എവിടെയുള്ളൂ, ഈ വിശാലമായ യെരൂശലേമിൽ ഉള്ളൂ. ഈ കോട്ട പണിയുന്ന സമയത്ത് പണിയുവാനും കാവൽ നിൽക്കാനും ഒക്കെ ഈ ആകെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശത്രുക്കൾ പ്രബലരാണ്. പക്ഷെ ഇത് കേട്ടപ്പോ എന്ത് സംഭവിക്കുന്നത്? ഇതാ യുദ്ധം ചെയ്യാനായിട്ട് ഈ ശത്രു രാജാക്കന്മാരെല്ലാം ഒന്നുകൂടി തങ്ങൾക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോ നെഹമ്യാവ് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം മതി. എന്താ ചെയ്യുന്നേ? നെഹമ്യാവിന്റെ കൂടെയുള്ള യഹൂദ ജനവും എന്താ ചെയ്യുന്നേ? ഇത്ര ഒരു വലിയ ശത്രു സൈന്യം ഒന്നിച്ച് അവര് തങ്ങൾക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോ ഇവര് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. അവരെന്ത് ചെയ്തു? ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? തളർന്നു പോകാനാ സാധ്യത. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയാത്ത വിധം നിരാശയിലേക്ക് വീണു പോകുന്ന ഒരു പ്രകൃതം പല വ്യക്തികളിലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? നെഹമ്യാവും യഹൂദന്മാരും ചെയ്തതുപോലെ വിശ്വാസത്തിൽ അടിയുറച്ച് തങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം തങ്ങളെ സഹായിക്കാൻ മതിയായവനാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ ആഴപ്പെട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും ചേർന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ശൈലിയിലേക്ക് മാറണം. അവര് പ്രാർത്ഥിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ വലിയ കാര്യങ്ങളൊന്നും ഇവര് ചെയ്യുന്നില്ല, അവർക്ക് ചെയ്യാനില്ല. കാരണം അത്രമേൽ പ്രബലരാണ് ആര്? ശത്രു സൈന്യം.
അപ്പൊ അവർക്കെതിരെ ഇനി ഒന്നും ചെയ്യാനില്ല. ദൈവത്തിന്റെ ശക്തി ഉണ്ടായേ മതിയാവൂ കൂടെ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ കാര്യം, പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി, അതിന്റെ പവർ എത്ര വലുതാണെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. യോശുവ പ്രവാചകന്റെ പുസ്തകം കൂടെ ഒന്ന് എടുക്കാമോ? യോശുവയുടെ പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ യോശുവ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ഉം 13-ഉം വാക്യം. യോശുവ: എന്നാൽ യഹോവ അമ്മോന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച്, ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രന് നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അതായത് യോശുവ മോശയ്ക്ക് ശേഷം ഈ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വന്ന ജനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് നിയോഗം ലഭിച്ച വ്യക്തിയാണ് യോശുവ. യോശുവ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഒത്തിരി ശത്രു രാജ്യങ്ങളും രാജാക്കന്മാരും ആളുകളും എതിരിട്ട് വരുന്നുണ്ട്. അതിലെ ഒരു പ്രബല ഗ്രൂപ്പാണ് അമോര്യർ. അമോര്യർ വന്നു കഴിഞ്ഞപ്പോ എന്താ അദ്ദേഹം ചെയ്യുന്നത്? ആദ്യം, എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ എന്താ ചെയ്യുന്നെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. യോശുവ ഇസ്രായേൽ മക്കൾ യഹോവയോട് സംസാരിച്ചു. യഹോവയോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആദ്യം ചെയ്തത് അതാണ്. ദൈവത്തോട് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ദൈവം കൊടുത്തൊരു പ്രേരണ അനുസരിച്ച് അന്നേ വരെ ചരിത്രത്തിൽ കാണാത്ത, പിന്നീട് ഇങ്ങോട്ടും ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു പ്രവൃത്തി ആര് ചെയ്തു? യോശുവ ചെയ്തു. സൂര്യനെ നോക്കിയിട്ട് സൂര്യനോട് പറഞ്ഞു, സൂര്യ നീ അയ്യാലോൻ നിൽക്കുക, അല്ലെ, ഗിബയോനിൽ നിൽക്കുക. പിന്നീട് ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്കുക. അതായത് ഭൂമിയുടെ നിയന്ത്രണം പോലും ഒരു പ്രാർത്ഥനയിലൂടെ ആരെ ഏറ്റെടുത്തു? സൂര്യൻ. അതായത് ഭൂമിയുടെ റൊട്ടേഷൻ നിൽക്കുമ്പോഴാണല്ലോ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ നിശ്ചലമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ മേൽ പോലും ആർക്ക് ആധിപത്യം ലഭിച്ചു? ദൈവത്തോട് പ്രാർത്ഥിച്ച യോശുവായിക്ക് ആധിപത്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇങ്ങനെ ഒരു ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? ആണോ? അങ്ങനെ ഒരു സാഹചര്യം സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് യേശുവും ശിഷ്യന്മാരും ഒരു പടകിൽ യാത്ര ചെയ്തു പോകുമ്പോൾ യേശു പടകിന്റെ ഒരു വശത്തായിട്ട് കിടന്നുറങ്ങുകയും ശിഷ്യന്മാരും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? കൊടിയ കാറ്റ്, വലിയ പേമാരി ഉണ്ടാവുകയും അവസാനം ഇവര് ഈ സഞ്ചരിക്കുന്ന ഈ പേടകം അല്ലെങ്കിൽ ആ ചെറിയ കപ്പല് മറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നേ? ഇവര് ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്, കർത്താവേ, നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലേ? ഇതാ ഞങ്ങൾ മരിച്ചു പോകാനായിട്ട് ഇടയായി തീരുകയാണ്. അപ്പോ യേശു എന്താ ചെയ്യുന്നേ? എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ആ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? കാറ്റും കടലും കോടുമെല്ലാം അടങ്ങി ശാന്തമായി തീർന്നു. ഇതേ ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിക്കുന്നത്? അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് തകർച്ചയുടെ അവസ്ഥകളിലൂടെ കടന്നു പോയാലും കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയ ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആഴമേറിയ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിരാശയിലേക്ക് കൂപ്പുകുത്തുവോ? ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു തകർച്ച വന്നു, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നു, അതിലൂടെ എല്ലാം നശിച്ചു എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വീണു പോകാൻ ഇടയായി തീരുവോ? തീരില്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ. ഇവിടെ നെഹമ്യാവിനും ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് വീണ്ടും ഒരു പണിയാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 14-ാമത്തെ വാക്യം, ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു.
പ്രാർത്ഥിച്ച് ജനത്തെ വീണ്ടും വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്തുകയാണ് നെഹമ്യാവ് ചെയ്യുന്നത്. പിന്നീട് അവര് എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നീട് അവര് പണി ആരംഭിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയൊരു ക്രമീകരണം കൂടെ അവർ അതിന്റെ കൂടെ ചെയ്തു. 16 മുതലുള്ള വാക്യം വായിച്ചാൽ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്ന് വായിക്കാമോ? 4:16 മുതൽ നെഹമ്യാവ്. എന്റെ ഭൃത്യന്മാരിൽ പാതി പേർ വേലയ്ക്ക് നിന്നു, പാതി പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാള് കത്തിയും കൊണ്ട് പണിതു. എന്നാൽ അതുവരെ ഇവര് അങ്ങനെ ഒരു ക്രമീകരണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവരെ ശക്തിപ്പെടുത്തിയിട്ട് പകുതി പേരെന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഏന്തിയിട്ട് അവരെ ബാക്കിയുള്ളവരുടെ പണിയുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്ന് ബാക്കിയുള്ളവർ പണിയെടുക്കാൻ തുടങ്ങി. അത് പണിയുമ്പോൾ തന്നെ ഒരു കയ്യിൽ എന്തുണ്ട്? ഒരു കയ്യിൽ വാളുണ്ട്, മറു കയ്യിലാണ് ഇവർ ചുമടെടുത്തുകൊണ്ട് പോകുന്നത്. പണിയുന്ന ആളുകളുടെ അരയിലും വാള് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ശത്രു സൈന്യം വരുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ തക്കവണ്ണം, കാഹളമൂതാൻ തക്കവണ്ണം കുറച്ചു പേരെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മതിൽ പണി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തല്ല പണി നടക്കുന്നത്, ഒരു ദേശം മുഴുവനും ഉണ്ട്. അതുകൊണ്ട് പൊക്കം കുറഞ്ഞെടുത്തും അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നിടത്ത് മാത്രമേ കാവൽക്കാരെ നിർത്തിയിട്ടുള്ളൂ. അതിന്റെ താഴത്തേക്ക് വായിച്ചാൽ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ക്രമീകരിച്ചത്. അതിനുശേഷം കാഹളം ഊതാൻ തക്കവണ്ണം എല്ലായിടത്തും ആളുകളെ നിർത്തി. കാഹളം കേട്ടാൽ, നിർദ്ദേശം കൊടുത്തു, കാഹളം കേട്ടാൽ എല്ലാവരും ഒന്നിച്ചു കൂടണം, ഒരിടത്ത് ഒന്നിച്ചു കൂടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടെ നെഹമ്യാവ് കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും അതിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ നെഹമ്യാവിന് രണ്ടാമതൊരു പ്രതിസന്ധി കൂടെ അദ്ദേഹം നേരിടുന്നതിനെ പറ്റിയാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രതിസന്ധി ബാഹ്യമായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രതിസന്ധി ആന്തരികമാണ്. അതിന്റെ ആരംഭം ഇങ്ങനെയാണ്: ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. അപ്പോൾ അതായത് സ്വന്തം ആളുകൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ പറ്റിയാണ് ഇതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്കൊരു സൂചന തരുന്നത്. യഹൂദന്മാർക്കെതിരെ അവിടെ ഉണ്ടായിരുന്ന പണിക്കാരും അവരുടെ ഭാര്യമാരും ഒക്കെ ശബ്ദമുയർത്തുകയാണ്. എന്തിനു വേണ്ടിയാണെന്നുള്ളത് രണ്ടാമത്തെ വാക്യം 2, 3, 4 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് വായിക്കാമോ? 2, 3, 4. പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിൽ പോലും മുന്തിരിത്തോട്ടങ്ങളിൽ മേലും പണം കടം വാങ്ങിച്ചിരിക്കുന്നു. മതി. മൂന്ന് കാര്യങ്ങളാണ് ഇവര് യഹൂദന്മാരായ സഹോദരന്മാർക്ക്, പ്രമാണികളായ ആളുകൾക്കെതിരെ പറയുന്നത്. ഈ പണിക്കാര് പറയുന്നത്, ഒന്നാമത് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് പട്ടിണിയിലേക്ക് പോകാനായിട്ട് തുടങ്ങി ഈ ജനം. പിന്നീട് 2, ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷക്കാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ അവർക്ക് കിട്ടിയ സ്ഥലവും അവരുടെ മറ്റ് കാര്യങ്ങളുമെല്ലാം പണയം വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്തിനാ? ധാന്യം വാങ്ങാനായിട്ട്. പിന്നീട് മൂന്നാമത്തത് രാജഭോഗം കൊടുക്കേണ്ടതിന്, അതായത് ടാക്സ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ വീണ്ടും അതിന്റെ മേൽ പണം വാങ്ങിയിട്ട് അത് വിൽക്കാനും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് പുറത്തുള്ള ഒരാൾക്ക് അല്ല വിൽക്കുന്നത്, മറിച്ച് എന്ത് സംഭവിക്കുന്നത്? യഹൂദന്മാരിൽ അന്ന് അവിടുത്തെ പ്രമാണികളും സാമ്പത്തികമായിട്ടുള്ളവരും ഈ ബാക്കിയുള്ള സാമ്പത്തികമായിട്ടില്ലാത്ത പാവപ്പെട്ട മനുഷ്യരോട് കാണിച്ചൊരു അനീതിയാണ് ഇവിടെ ഈ ജനം നിലവിളിച്ച് പറയുന്നത്. അപ്പൊ ഇതിന്റെ 6-ാമത്തെ വാക്യം: അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. അതായത് ഈ ജനത്തിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നപ്പോൾ നെഹമ്യാവിന് എന്തുണ്ടായി? വലിയ കോപം ജ്വലിച്ചു.
അദ്ദേഹം പിന്നീട് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിന്നീട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാൻ ഒരു മഹായോഗം വിളിച്ചുകൂട്ടി. അതായത് നെഹമ്യാവ് എന്ത് ചെയ്യാണ്? വലിയൊരു മഹായോഗം വിളിച്ചുകൂട്ടുകയാണ്. വിളിച്ചുകൂട്ടിയിട്ട് ഇവരെല്ലാം ശാസിക്കുകയാണ്. അതായത് പലിശ വാങ്ങിയവനെയും അതുപോലെ ഇവരുടെ നിലം പണയം വാങ്ങിയവനെയും എല്ലാം ശാസിക്കുകയാണ്. കാരണം ഇപ്പോ എന്തൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അവിടെ ജനത്തെ ഈ സമയത്ത് പലിശ വാങ്ങിയും അതുപോലെ പണയം വാങ്ങിയൊക്കെയാണ് ധാന്യം ഈ പണിക്കാരായിരിക്കുന്ന പാവപ്പെട്ട യഹൂദന്മാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു അനീതി കണ്ടപ്പോ ഇദ്ദേഹം ഒരു മഹായോഗം വിളിച്ച് ഈ പലിശ വാങ്ങിയവരെയൊക്കെ ശാസിക്കുന്ന ഒരു ഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നീട് പറയുകയാണ്, നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്കും വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. വളരെ കാർക്കശ്യ ശബ്ദത്തോടുകൂടെ തന്നെ നെഹമ്യാവ് അവരോട് സംസാരിക്കുകയാണ്. അതിനുശേഷം 11-ാമത്തെ വാക്യം, നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുപ്പീൻ എന്ന് യഹൂദ പ്രമാണിമാരോട്, ആരൊക്കെയാണോ ഇത് പണയം വാങ്ങിയത് അവരോട് നെഹമ്യാവ് ഒരു കൽപ്പന പോലെ തന്നെ അവരോട് പറയുകയാണ്. അപ്പൊ അതിനുശേഷം ഈ ജനമെല്ലാം എന്ത് ചെയ്യാണ്? അപ്പോൾ ഞാൻ അതിന്റെ തൊട്ടു താഴെ തന്നെ 11-ാമത്തെ വാക്യം, വീടുകളെ മടക്കി കൊടുപ്പീൻ, ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 100 വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുപ്പീൻ, അതിന് അവർ ഞങ്ങൾ അവ മടക്കി കൊടുക്കാമെന്ന് ഈ നെഹമ്യാവിന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതായത് ഇനി പലിശ വാങ്ങുകയോ ഇവരുടെ നിലങ്ങളോ പണയ വസ്തുക്കളോ ഒന്നും ഇനി ഞങ്ങൾ കൈക്കലാക്കി വെക്കുകയോ ചെയ്യുകയില്ല, അതെല്ലാം മടക്കി കൊടുക്കാമെന്ന് നെഹമ്യാവിനോട് പറയുമ്പോൾ നെഹമ്യാവ് പെട്ടെന്ന് തന്നെ 12-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാന പ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യഹൂദ പ്രമാണിമാരെ അല്ലെങ്കിൽ പണമുള്ളവരെയൊക്കെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഇനി മുതൽ പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന്, നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് പലിശ വാങ്ങുകയോ പണയമായിട്ടൊന്നും വാങ്ങുകയോ ചെയ്യാതെ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം 14 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ യഹൂദാദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ട് മുതൽ തന്നെ അവന്റെ 32-ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. അതായത് നെഹമ്യാവ് ഇപ്പോൾ അവിടുത്തെ ദേശാധിപതിയാണ്. അർത്ഥശഷ്ടാവ് രാജാവ് കൽപ്പന കൊടുത്ത് ഈ യെരുശലേമിന്റെ ദേശാധിപതിയായി അദ്ദേഹം ഇരിക്കുകയാണ്. എത്ര വർഷമാണെന്ന് കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 12 സംവത്സരം ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. ദേശാധിപതിയാണ്. ദേശാധിപതിക്ക് ഒരു അവകാശമുണ്ട്. ജനത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള പണവും ധാന്യങ്ങളും അവരിൽ നിന്ന് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാനും അങ്ങനെ ജീവിക്കാനും അവർക്ക് എന്തുണ്ട്? അനുവാദമുണ്ട് രാജാവിൽ നിന്ന്. പക്ഷെ നെഹമ്യാവ് എന്ത് ചെയ്തു? അദ്ദേഹം അത് വാങ്ങിയില്ല, ഇല്ലേ? അതിന്റെ കാരണം എന്താന്ന് കൂടെ അതിന്റെ ഈ വായിച്ചതിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചോ? എന്തുകൊണ്ട് അദ്ദേഹം വാങ്ങാതിരുന്നേ? ദൈവഭയം ഹേതുവായി. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഒന്നാമത് ഈ ജനം വലിയ ഞെരുക്കത്തിലും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ രാജാവിന്റെ അനുവാദമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ജനത്തെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനായിട്ട് ആര് പോയില്ല? നെഹമ്യാവ് പോയില്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഒറ്റ കാരണമുള്ളൂ, ഞാനോ ദൈവഭയം നിമിത്തം ഇത് ചെയ്തില്ല. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇന്ന് പാപം വർദ്ധിക്കുന്നതിന്റെ അല്ലെങ്കിൽ
അകൃത്യം വർദ്ധിക്കുന്നതിന്റെ, ചൂഷണവും കാപട്യങ്ങളും ഒക്കെ വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവഭയമില്ല. ദൈവഭയം ഇല്ല. കണ്ടോ, നെഹമ്യാവിന് അത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരുന്നിട്ട് പോലും അദ്ദേഹം ചെയ്തില്ല. അത് ദൈവത്തെ ഓർത്ത് അദ്ദേഹം വാങ്ങിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവഭയം ഉണ്ടായില്ലെങ്കിൽ ഒരു ദേശം നാശത്തിലേക്ക്, ഇപ്പൊ ഒരു കുടുംബം ദൈവഭയമില്ലാത്ത ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം നാശത്തിലേക്കും അധാർമികതയിലേക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു സമൂഹം, ഒരു സഭ, ഒരു ഇടവക ഒക്കെ ദൈവഭയമില്ലാത്ത ഒരു സമൂഹമോ ഒരു ഇടവകയോ അല്ലെങ്കിൽ ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ അവിടെ അധാർമികത കൂപ്പുകുത്തി വാഴാനായിട്ട് സാധ്യതയുണ്ടെന്ന് കൂടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 20-ന്റെ-11 ഒന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി 20-ന്റെ-11. ഈ സ്ഥലത്ത് ദൈവഭയം ഇല്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു, എന്റെ അപ്പന്റെ മകൾ, എന്റെ അമ്മയുടെ മകൾ അല്ലതാനും. അവൾ എനിക്ക് ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്ക് ഒരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങള എന്ന് എന്നെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു. മതി. ഇത് ഏത് സാഹചര്യം എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം പഠിച്ച് നിങ്ങൾക്ക് അറിയാം. അതായത് ഇദ്ദേഹം ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വഴിമാറി പോകുന്നുണ്ട്. അങ്ങനെ മാറിപ്പോകുന്നതാണ്. അബീമിലേക്ക് രാജാവായിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറായിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഈ ദേശത്ത് ദൈവഭയം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ എന്റെ ഭാര്യയാണെന്ന് പറയരുത്, മറിച്ച് ആങ്ങളയാണെന്ന് പറയണം. കാരണം ഭാര്യയാണെന്ന് പറഞ്ഞാൽ സുന്ദരിയായ ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ വേണ്ടി അബ്രഹാമിന് ജീവഹാനി നേരിടേണ്ടി വരുമെന്ന് ആർക്കറിയാം? അബ്രഹാമിന് അറിയാം. അതുകൊണ്ടാണ് ദൈവഭയമില്ലാത്ത ഒരു നാട്ടിൽ എല്ലാ തരത്തിലുള്ള അധാർമികതയും നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയും നമ്മളെ തന്നെയും എന്തിൽ നയിക്കണം? ദൈവഭയത്തിൽ നയിക്കണം. ഈ ദൈവഭയം എങ്ങനെ ഉണ്ടാകുന്നത്? ഒന്ന്, ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥനയിലൂടെ. അതെ, പ്രാർത്ഥനയിലൂടെ. പിന്നീട് ഈ വചനം വായിക്കുമ്പോൾ ഓരോ മനുഷ്യരും ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് ഒരു പ്രതിഫലം ഉണ്ട് എന്ന് ഈ വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് യേശു അത് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ മനുഷ്യർ നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് ചെയ്താലും അതിന് ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ചയുള്ള ഏവങ്കേലിയോനിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടായിരുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെങ്കിൽ, ഒരു കൊലപാതകം ചെയ്താൽ അതിനെന്തുണ്ട്? അതിനൊരു ശിക്ഷയുണ്ട്. ഒരു തിന്മ പ്രവൃത്തി ചെയ്താൽ അതിന് ഒരു പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ശിക്ഷയുണ്ട്. ഈ ഒരു ബോധ്യം ഇപ്പൊ എന്തുകൊണ്ടാ എന്നിട്ടും ഈ അകൃത്യം വർദ്ധിക്കുന്നതിന്റെ കാര്യം എന്താ? ശിക്ഷയുണ്ട് എന്നൊക്കെ കുറെ പേർക്ക് അറിയാം. എന്നാലും ഇത് പിന്നീടും ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? സഭാപ്രസംഗി ഒന്ന് എടുക്കാമോ? സഭാപ്രസംഗിയിൽ അതിന്റെ കാരണം എന്താന്ന് സഭാപ്രസംഗി ജ്ഞാനത്തിലൂടെ അദ്ദേഹം കണ്ടെത്തി എഴുതി വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. സഭാപ്രസംഗി 8-ന്റെ-11. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. മതി. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു.
അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു പാപം ചെയ്തു, ആ സ്പോട്ടിൽ തന്നെ ശിക്ഷയുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മള് ഒരു ഗൾഫ് കൺട്രിയിലാണ് ഒരു വ്യഭിചാരം പിടിക്കപ്പെടുന്നതെങ്കിൽ ആ സ്പോട്ടിൽ എന്തുണ്ട്? കൈയൊക്കെ മുറിച്ചു ഉണ്ട്. കയ്യോ കഴുത്തോ ഒക്കെ മുറിച്ച് കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൾഫിലാണോ കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ വ്യഭിചാരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബലാത്സംഗവും ഒക്കെ വർദ്ധിച്ചു നിൽക്കുന്നത് എവിടെയാണ്? കേരളത്തില്. കൊലപാതകം എവിടെ കൂടി നിൽക്കുന്നത്? കേരളത്തിലാണ്, അല്ലെങ്കിൽ ഭാരതത്തിലാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ, ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാൽ ആ സ്പോട്ടിൽ തന്നെ ശിക്ഷാവിധി നടത്തപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോ ഇതിങ്ങനെ ജീവപര്യന്തമായിട്ട് അങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ട് ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ജയിലിൽ പോയി കിടന്ന പുറത്ത് ജീവിക്കുന്നതിനേക്കാളും സുരക്ഷിതമാണ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കാം. ഈ ബോധ്യം കൂടെ ഉള്ളത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ പാപം ചെയ്യാനായിട്ട് കൂടുതൽ ഒരു പ്രേരണ അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികയാൽ മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ പാപം ചെയ്യുന്നതിന്റെ ഒരു കാരണം, നമ്മളെ എത്ര പാപം ചെയ്തിട്ടും നമുക്ക് പെട്ടെന്ന് ശിക്ഷയോ അതിന്റെ ശാസനങ്ങളോ ഒന്നും പെട്ടെന്ന് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്താണ്? അവനവൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൈകൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ്, കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, അവിടുന്ന് രണ്ടാമത് കടന്നു വരുമ്പോൾ അവനവന് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും ഞങ്ങളുടെ തലമുറകളോടും അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് ഒരു പ്രാർത്ഥന നമ്മുടെ കുർബാന തക്സയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം യേശു പറയുന്നുണ്ട്, അവനവൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ഉണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നെഹമ്യാവിന് ഈ ഒരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തിക്കും എന്തുണ്ട്? അതിന് ഒരു പ്രതിഫലം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജനത്തെ ചൂഷണം ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ദൈവഭയം നിമിത്തം അത് ചെയ്തില്ല. അതുകൊണ്ട് ദൈവഭയമുള്ള വ്യക്തികളായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ അവർക്ക് അതിനുള്ള തിരിച്ചറിവ് കൊടുത്ത് വളർത്തണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇതിന്റെ 19ാമത്തെ വാക്യം ഇങ്ങനെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്: എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. അല്ലെ, നെഹമ്യാവിന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. കാര്യം എന്താ? ഈ ജനത്തിന് അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ ദോഷം ചെയ്തോ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ സമ്പാദ്യവും അദ്ദേഹത്തിന്റെ ജീവിതവും ജീവനുമെല്ലാം ഈ ജനത്തിന് വേണ്ടി ദൈവത്തെ പ്രതി സമർപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? നെഹമ്യാവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ദൈവസന്നദ്ധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു: ദൈവമേ, ഞാൻ ചെയ്ത നന്മകളെല്ലാം ഓർത്ത് എന്നോടും എൻ്റെ തലമുറകളോടും നന്മ ചെയ്യണമേ എന്ന് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ പലയിടത്തിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവമേ, ഞാൻ ചെയ്ത നന്മ ഓർത്ത് എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ ചെയ്ത പ്രവർത്തികൾ ഓർത്ത് സഭയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി ഞാൻ ചെയ്ത നന്മകളെ അവിടുന്ന് ഓർക്കണമേ എന്ന് നെഹമ്യാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നെഹമ്യാവിനെ പോലെ നമ്മൾ പ്രവർത്തിക്കാനും ഇടയായി തീരണം. അങ്ങനെ 5ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. 6ാമത്തെ അധ്യായം 1ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാമോ? എന്നാൽ ഞാൻ മതിൽ പണിതു, ആ കാലത്തെ പടിവാതിലുകൾക്ക് കതകുകൾ വച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പില്ലെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗേശേമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേശേമും എന്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഞാൻ അവരുടെ അടുക്കലേക്ക് അതായത്
വീണ്ടും ഈ സൻബല്ലത്തും തോബിയാവും ഒക്കെ ഇവര് പല ആവർത്തിയായി ഈ നെഹമ്യാവിനെ ഒന്ന് തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ശക്തമായ കരബലം കൂടെ ഉള്ളത് കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനി 6-ാമത്തെ അധ്യായത്തിൽ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പൊ ഇത് ക്ഷണിച്ചപ്പോ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി, എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, ഇത് ഒരു കെണിയാണ്, അപ്പൊ ഇത് പോകരുത്. അപ്പൊ ഇവര് ക്ഷണിച്ച ഒരു സന്ധി സംഭാഷണം നടത്തി നമുക്ക് ഇതെല്ലാം പ്രയാസമില്ലാതെ അവസാനിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹം അത് കേൾക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. അവർ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവർ 4 പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുക്കൽ ആളയച്ചു, ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. അതായത് വരില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞു. കാരണം ഞാനിവിടെ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വരില്ല. പിന്നീട് 5-ാമത്തെ വാക്യം, അങ്ങനെ 5-ാം പ്രാവശ്യം തന്റെ ഭൃത്തിനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു. പിന്നീടും ഇത് അവസാനിപ്പിക്കുന്നില്ല. അയച്ചിട്ട് വീണ്ടും നെഹമ്യാവിനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ആ കത്തിൽ ഇങ്ങനെ എഴുതി കൊടുത്തു വിട്ടിരിക്കുകയാണ്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്, നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. കണ്ടോ, നെഹമ്യാവ് മനസ്സിൽ പോലും കാണാത്ത കാര്യമാണ് എന്ത്, ഈ ജനത്തിന്റെ നേതൃനിരയിൽ ഒരു രാജാവായിരിക്കാനോ അല്ലെങ്കിൽ ഈ യഹൂദന്മാരുടെ ഒരു അധിപതിയായിരിക്കാനോ ഇദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇദ്ദേഹം അർത്ഥക്ഷഷ്ടാവ് രാജാവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. 12 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം തിരിച്ചു പോകുന്നുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ മനുഷ്യനെ പറ്റി വീണ്ടും വേണ്ടാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുകയാണ്. പക്ഷെ അതൊന്നും കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം മനസ്സുമടുക്കും. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർക്കൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. അവരെല്ലാം കൂടെ പലതരത്തിൽ ഭീഷണികളും പലതരത്തിലുള്ള പ്രചരണങ്ങളും നടത്തി ഈ പണിയെല്ലാം അവസാനിപ്പിക്കാൻ നോക്കുന്നെങ്കിലും അദ്ദേഹം അത് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയാണ്, ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. എന്തുമാത്രം ദൈവാശ്രയ ബോധമുള്ള മനുഷ്യനായിരുന്നു നെഹമ്യാവ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയൊക്കെ നേരിട്ടപ്പോഴും അദ്ദേഹത്തിന് ദൈവത്തിൽ അടിയുറച്ചു നിൽക്കാനും ആ മതിലിന്റെ പണി പൂർത്തീകരിക്കുവാനായിട്ടും സാധിക്കുന്നത്. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഇങ്ങനെ ഒന്ന് വായിക്കാമോ? 15ഉം 16ഉം. അതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ മതിലിന്റെ പണി എത്ര ദിവസം കൊണ്ട് തീർത്തു? 25-ാം തീയതി തീർത്തു. 25-ാം തീയതി അല്ലേ, എത്ര ദിവസം കൊണ്ട് തീർത്തു എന്നുള്ളത് അതിനകത്ത് തന്നെ വായിച്ചില്ലേ? 52 ദിവസം. 52 ദിവസം കൊണ്ട് ഇത്ര ബൃഹത്തായ ഒരു മതിൽ പണി രാവും പകലും നെഹമ്യാവും അതുപോലെ തന്നെ കൂടെയുള്ള പ്രമാണികളും പാവപ്പെട്ട ജനം എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് അവരെന്ത് ചെയ്തു? അത് പണിത് തീർത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിനുശേഷം പറയുകയാണ്, ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു, അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. കണ്ടോ, ആരെ അല്പന്മാരായിട്ട് എണ്ണിയവരായിരുന്നു? ഈ പണിയെടുക്കുന്ന യഹൂദന്മാരെ അല്പന്മാരായി എണ്ണി, ഒരു കുറുക്കൻ കയറിപ്പോയാൽ മതി ഈ മതിലിടിഞ്ഞ് വീണു പോകുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലതരത്തിലും പ്രയാസപ്പെടുത്തി ചതിച്ച് ഒക്കെ കൊല്ലാനൊക്കെ നോക്കിയെങ്കിലും അവസാനം ഇതാ അവർക്ക് തന്നെ തോന്നി എന്താണ്, ഞങ്ങൾ അല്പന്മാരാണെന്ന്. അതുകൊണ്ട് ഈ മതില് പണി ഇവിടെ പൂർത്തിയാവുകയാണ്. പിന്നീട് 7-ാം അധ്യായത്തിൽ കുറെ പേരുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മതില് പണി തീർന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹം നെഹമ്യാവിന് ഒരു വംശാവലിയുടെ ഒരു രേഖ കിട്ടുകയാണ്. അതായത് ഈ അടിമത്തത്തിൽ നിന്ന് ആരൊക്കെയാണ് ഇവിടെ വന്നതെന്ന് ഉള്ളതിന്റെ ഒരു വംശാവലി എണ്ണം ഒരു രേഖ കിട്ടി. അതിനനുസരിച്ച് അദ്ദേഹം 5-ാമത്തെ വാക്യം, വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. പിന്നീട് നിങ്ങൾ താഴത്തേക്ക് വായിക്കുമ്പോൾ മടങ്ങി വന്ന ദേശനിവാസികൾ എന്ന് പറഞ്ഞ അവരുടെ പേര് വിവരങ്ങളാണ് കാണുന്നത്. നമുക്ക്
എല്ലാം ഒന്ന് വായിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. അതിനെപ്പറ്റി ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യകതയില്ല. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ മടങ്ങി വന്ന ആ കുടുംബങ്ങളും അവരുടെ പ്രമാണികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ആരൊക്കെയാണെന്ന് ഉള്ള പേരുവിവരങ്ങളാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 8-ാം അധ്യായം അതിന്റെ ആദ്യം ഒന്ന് വായിക്കാമോ? 8-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മതി. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ആരൊക്കെയാ കാണുന്നത്? നെഹമ്യാവും ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച എസ്രായും രണ്ടുപേരും ഒന്നിച്ച് വരികയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, മതിൽ പണി കഴിഞ്ഞു, ദേവാലയം പണി കഴിഞ്ഞു. ഈ മതിലും ദേവാലയമൊക്കെ തകർന്നു പോകാനുള്ള കാര്യം എന്തായിരുന്നു? ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്ന്, ദൈവത്തിന്റെ വാക്കുകൾ മറന്ന് ജീവിച്ച ഒരു കാലഘട്ടത്തിലാണ് എന്തുണ്ടായത്? ഇതെല്ലാം നശിച്ച് തകർന്ന് അഗ്നിക്കിരയായി പോയത്. അതുകൊണ്ട് ഇപ്പൊ ദൈവത്തിന്റെ കരുണയാൽ വീണ്ടും പണിതുയർത്തി, ദേവാലയമായി, ബലിപീഠമായി, ചുറ്റുമതിലായി, സുരക്ഷിതമായി. പക്ഷെ എന്തില്ല? ന്യായപ്രമാണം എന്താണ് ഈ ജനത്തിന് ഇപ്പൊ അറിയില്ല. അതുകൊണ്ട് എസ്രാ ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായ വ്യക്തിയായിരുന്നു. നെഹമ്യാവ് എസ്രായുടെ സഹായം അഭ്യർത്ഥിച്ച് എസ്രായും നെഹമ്യാവും കൂടെ പിന്നീട് എന്താ ചെയ്യുന്നത്? ഇവിടെ പറയുകയാണ്, 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത്. നമ്മൾ ആ മതിലിന്റെ വാതിലുകളെ പറ്റിയൊക്കെ പഠിച്ചായിരുന്നു. അതിലൊരു വാതിലാണ് നീർവാതിലിന്റെ ഫ്രണ്ടിലുള്ള വിശാലമായ സ്ഥലത്ത് ജനമെല്ലാം ഒരുമിച്ച് കൂടി. എന്നിട്ട് എന്ത് പറഞ്ഞു? യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. അങ്ങനെ ഇവര് ന്യായപ്രമാണം വായിച്ച് കേൾക്കാനായിട്ട് പോവുകയാണ്. 3-ാമത്തെ വാക്യം, നീർവാതിലിനരികെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു. ഇപ്പൊ നമ്മുടെ ഒരു കൺവെൻഷനൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. പഴയ നിയമത്തിലെ ഒരു കൺവെൻഷനാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. അതായത് ഇപ്പോ മാരമൺ കൺവെൻഷനൊക്കെ നടക്കുന്നത് പോലെ തന്നെ വിശാലമായ ഒരു സ്ഥലത്ത് ജനമെല്ലാം ഇരിക്കുകയും ന്യായപ്രമാണ പുസ്തകം വായിക്കാനായിട്ട് കടന്നു വരുന്നു. ഇത് പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങിയ ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് അത് കേട്ട്, അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുന്ന സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെയാണ് ഈ 4-ാമത്തെ വാക്യം, ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലതുഭാഗത്ത് കുറച്ചാളുകളും ഇടതുഭാഗത്ത് കുറച്ചാളുകളും, അവരുടെ പേരുവിവരങ്ങൾ അവിടെ പറയുന്നുണ്ട്, അത് വായിക്കുന്നില്ല. ഇടത്തും വലത്തും കുറച്ചു പേര് നിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? 5-6 വാക്യങ്ങളൊന്ന് വായിച്ചേ. എസ്രാ സകല ജനവും കാണുകെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദേവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണി യഹോവയെ നമസ്കരിച്ചു. ജനം മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏവൻഗേലിയോൻ വായനയുടെ സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കണമെന്നും ആദരവോടുകൂടെ നിൽക്കണമെന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പഴയ നിയമത്തിലെ ഈ ഒരു ഭാഗമാണ്. അതായത് ഈ ജനം എന്ത് ചെയ്യാണ്? എസ്രാ ഒരു വലിയ പ്രസംഗ പീഠത്തിൽ കയറി നിന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണ ഗ്രന്ഥം വിടർത്തി അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജനമിതാ ഈ എഴുന്നേറ്റ് നിന്ന് അവര് സാഷ്ടാംഗം അത് സൂക്ഷിച്ച് കേട്ടു. അത് മാത്രമല്ല, സൂക്ഷിച്ച് കേട്ട് അതിന്റെ പ്രതിവാക്യമായി ആമേൻ, അങ്ങനെ തന്നെ സത്യം എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിച്ച് സാഷ്ടാംഗം വീണ് ആ വചനത്തെ അവര് ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സഭയിൽ, ഏത് അപ്പോസ്തലിക സഭയിൽ നോക്കിയാൽ മതി, തിരുവചനം പ്രത്യേകിച്ച് സുവിശേഷം വായിക്കുമ്പോൾ അതിന് വലിയൊരു ആദരവ് കൊടുക്കുന്നതിന്റെ കാരണം ഈ ഭാഗമാണ് അതിന് സഭാപിതാക്കന്മാരെയൊക്കെ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമേൽ പഴയ നിയമത്തിൽ
മോശയിലൂടെ പ്രവാചകന്മാരിലൂടെ ലഭിച്ച വചനത്തിന് അത്രമേൽ ഇവര് പ്രാധാന്യം കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ സാക്ഷാൽ യേശു ക്രിസ്തു പറഞ്ഞ അതേ വാക്കുകൾ എഴുതി വെച്ചതാണ് സുവിശേഷം. അപ്പൊ എത്രയും അധികമായിട്ട് നമ്മൾ അതിനെ ആദരിക്കണം. എനിക്ക് പലപ്പോഴും നമ്മുടെ പള്ളിയിലൊക്കെ ഏവങ്കേലിയം വായിക്കാൻ നിൽക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുറച്ചു പേരെങ്കിലും വളരെ ആദരവായി ഭക്തിയോടെ കൈകൾ കൂപ്പി നിന്നൊക്കെ ഏവങ്കേലിയോൻ വായന സകൂതം ശ്രദ്ധിക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് തന്നെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. കാരണം പഴയ നിയമത്തിൽ അതിനൊക്കെ ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് വചനം വായിക്കുമ്പോഴെല്ലാം ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ, ഭൂരിഭാഗം ആളുകളും പഴയ നിയമം വായിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെ രണ്ട് സൈഡിലെ സ്ലീഹ വായനകള് നമ്മളത് ആരെയും വിധിക്കുന്നതല്ല, ഭൂരിഭാഗം ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഏവെങ്കിലും വായിക്കുമ്പോൾ മാത്രമാണ് പിന്നെയും കുറച്ചെങ്കിലും ഒരു ശ്രദ്ധിക്കുന്നത്. അതും വളരെ കുറച്ചാളുകളെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യവും ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ശ്രദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുക മാത്രമല്ല, കേട്ടത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കണം. അങ്ങനെ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. പിന്നീട് ഈ ജനം ഇതെല്ലാം കേട്ട് അവരുടെ ജീവിതത്തിന്റെ എല്ലാ തിന്മയുടെ വശങ്ങളും അവർ ഉപേക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അത് കേട്ടാലേ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം അതിനെ പറ്റിയാണ് ക്രമീകരിക്കുന്നത്. പിന്നീട് ഇവരിത് വായിച്ചു കേട്ടപ്പോൾ, അതാണ് ഞാൻ പറയുന്നത്, ഇവര് വായിച്ചു കേട്ട സമയത്ത് അവിടെ ഒരു ക്രമീകരണം ഇങ്ങനെയായിരുന്നു. 13-ാമത്തെ വാക്യം മുതൽ, പിറ്റന്നാൾ സകല ജനത്തിന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തുമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുമെന്ന് ഞങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും യെരൂശലേമിലും അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അതായത് അടിമത്തത്തിൽ നിന്ന് വന്ന ജനത്തിന് കൊടുത്ത ഒരു നിർദ്ദേശമായിരുന്നു. നിങ്ങള് ഇവിടെ പറയുന്നുണ്ട് 7-ാം മാസത്തിൽ ഒരു ഉത്സവമാണ്, കൂടാരങ്ങളിൽ പാർക്കണമെന്ന്. എന്നാൽ യോശുവയുടെ കാലഘട്ടം മുതൽ ജനം അത് ചെയ്യുന്നില്ല. പക്ഷേ എസ്രായുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ന്യായപ്രമാണത്തിൽ ദൈവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് കേട്ടപ്പോൾ അവര് കൂടാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് പാർത്ത് ഉത്സവം ആചരിക്കുന്നത് ആണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കേൾക്കുക മാത്രമല്ല ഈ ജനം ചെയ്തത്, കേട്ടത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് എന്നുള്ളത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ഒന്ന് എടുക്കാമോ? ഈ വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യാക്കോബ് 1:22. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുക, അതിനെ ചതിക്കാതെ അത് ചെയ്യുന്നവരായും ഇരിക്കുക. അതായത് യാക്കോബ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഒരു നിർദ്ദേശമാണ്. ഇങ്ങനെ വചനം കേൾക്കുന്നവർ മാത്രമായി തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവർ ആയിരിക്കുകയും. വചനം കേട്ടത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വചനം കേട്ട് അതനുസരിക്കണം. അന്യകമറിയാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ വചനത്തിന് മുമ്പാകെ ജീവിതം സമർപ്പിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റിയത്. ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം, ഇന്ന് നമുക്ക് പുറത്തേക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മുടെ മക്കൾക്ക് പോലും നമുക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് സാക്ഷ്യമുള്ള ഒരു തലമുറ ഇല്ലാതായി പോകുന്നത്. പൗരോഹിത്യത്തിൽ നമ്മൾ ആരെയും വിധിക്കുന്നതല്ല, കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്, പക്ഷെ ജീവിതത്തിന്റെ ഭാഗമായി വചനം മാറുന്നില്ല.
വചനം മാറണം. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അടുത്തയാഴ്ച ബാക്കി അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. നെഹമ്യാവ് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. നെഹമ്യാവ് എന്ന് പറയുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ആദ്യം പറഞ്ഞതായിരുന്നേ. അറിയോ ആർക്കെങ്കിലും? തങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മളൊരു പുസ്തകം പഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരിന് അർത്ഥം ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലെ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ആ ജനം ന്യായപ്രമാണം വായിച്ചു കേട്ടപ്പോൾ അവര് വാവിട്ട് കരയുകയും കണ്ണുനീരോടുകൂടെ തങ്ങളുടെ പാപങ്ങളെ ഓർക്കുകയും ചെയ്ത് തങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തിയതുപോലെ ദൈവമേ, ഈ ശുശ്രൂഷകളിലൂടെ കേൾക്കുന്ന വചനങ്ങളിലൂടെ ജീവിതത്തിലെ കുറവുകളും ജീവിതത്തിലെ പാപങ്ങളും ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, തിരുവചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും, ഇടവകയും മുഴുവനും, ദേശത്തെയും സഭയെയും സമൂഹത്തെയും സഭാപിതാക്കന്മാരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, എല്ലാവിധ പാപത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ ഞങ്ങളെ ഇവിടുത്തെ ആത്മാവിൽ ശക്തരാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ, നാളത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ.